നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി 5 നാൾ മാത്രം. പ്രചരണം അവസാന ലാപ്പിലേക്ക് ആവേശത്തോടെ കുതിക്കുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. വീടാന്തരം കയറിയിറങ്ങിയും ഫോണിലും വാട്സപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിലും സജീവമായി സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണക്കളം നിറഞ്ഞിട്ടുണ്ട്. കടുത്ത ചൂടിനെ വകവയ്ക്കാതെയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചരണ രംഗത്തുള്ളത്. തുടർച്ചയായ അവധി ദിവസങ്ങളിൽ വോട്ടർമാർ വീട്ടിലുണ്ടാകും എന്നതുകൊണ്ട് തന്നെ വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണത്തിലും വോട്ടഭ്യർത്ഥനയ്ക്കുമാണ് ഈ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികൾ സമയം നീക്കിവച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. 7-ന് പരസ്യപ്രചരണം അവസാനിക്കാനിരിക്കെ അവസാന മണിക്കൂറുകളിൽ ആവേശം വാരിവിതറിയുള്ള പ്രചരണത്തിനാണ് മുന്നണികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ശബ്ദപ്രചരണം 7-ന് അവസാനിച്ചാൽ 8-ന് നിശബ്ദ പ്രചരണം. 9-ന് രാവിലെ മുതൽ വോട്ടർമാർ ബൂത്തുകളിലെത്തും. പുറമേ ശാന്തമെന്ന് തോന്നുമെങ്കിലും അപകടകരമായ ആഴവും ഒഴുക്കുമുള്ള ഇടമാണ് കുറുമാലിപ്പുഴയിലെ പ്ലായിലപ്പാറ കടവ്. ഈ അപകടം തിരിച്ചറിയാതെ നീന്താൻ ഇറങ്ങുന്നവരാണ് ദുരന്തത്തിൽ പെടുന്നത്. 2 മാസം മുൻപ് മുപ്ലിയം സ്വദേശിയായ കൗമാരക്കാരൻ ഇവിടെ മുങ്ങി മരിച്ച സംഭവം നാടിനെ നടുക്കിയിരുന്നു. വിജനമായ ഈ പ്രദേശത്ത് കുട്ടികളടക്കം നിരവധി പേരാണ് കുളിക്കാനെത്തുന്നത്. ഇതേ തുടർന്നാണ് NCTV ഈ വിഷയം വാർത്തയാക്കിയതും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും. പഞ്ചായത്ത് പരിധിയിലുള്ള 14 കുളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നവീകരിച്ച് വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് ഇക്കാര്യത്തിൽ നടത്തിയ നിയമ പോരാട്ടത്തെ തുടർന്ന് 2019 അനുകൂല ഉത്തരവ് ഉണ്ടായെങ്കിലും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തില്ല. പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ഓഫീസിന് മുന്നിൽ ഒറ്റക്കാലിൽ നിന്ന് സമരം ചെയ്ത് രവീന്ദ്രനാഥ് പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് സുഹൃത്ത് പുരുഷോത്തമന്റെ സഹായത്തോടെ കുട്ടികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനവും ഇവർ സംഘടിപ്പിച്ചു. അവധിക്കാലം എത്തിയതോടെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. വാഹനാപകടങ്ങൾ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെടുന്നത് ജലാശയങ്ങളാണെന്നിരിക്കെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക എന്നത് മാത്രമാണ് ഏക പ്രതിവിധി. ഒരു കായിക വിനോദം എന്നതിലുപരി ജീവൻ രക്ഷാ ഉപാധി എന്ന നിലയിൽ നീന്തൽ പരിശീലനം പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലെന്നും വരാനിരിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തരമായി നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ സജ്ജമാക്കണമെന്നും വരന്തരപ്പള്ളി നിവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. ഇതാണ് പ്ലായിലക്കടവ്. 2 മാസം മുൻപ് ഒരു കുട്ടി നീന്തൽ അറിയാണ്ട് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ കടവിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം ആൾക്കാർ കുളിക്കാനായിട്ട് വരുന്നതാണ്. അപ്പോൾ കുട്ടികളായിട്ടും ഫാമിലിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൂചന ബോർഡ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദൻ അവർക്ക് ഞാൻ നിവേദനം കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയും ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് അവിടെ സ്ഥാപിക്കാമെന്ന് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ കാലഘട്ടമാണ്. അപ്പോൾ ഒരു കാരണവശാലും കുട്ടികളെ തനിച്ച് പുഴയിലേക്ക് പറഞ്ഞയക്കരുത്. മാതാപിതാക്കളുടെ കൂടെ മാത്രമേ കുട്ടികളെ പറഞ്ഞയക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവർ നീന്തൽ പഠിപ്പിക്കുകയാണെങ്കിലും മാതാപിതാക്കൾ ഒപ്പം വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയൊരു ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ സൂചന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് 13,835 രൂപയാണ് വിപണി വില. 1 പവൻ സ്വർണത്തിന്റെ വില 1,10,1680 രൂപയാണ്. ഏപ്രിൽ മാസത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇത്. സ്വർണ്ണവിലയിൽ തുടർച്ചയായ മാറ്റങ്ങൾ പ്രകടമാകുന്ന സാഹചര്യമാണ്. 2026 ജനുവരി 29-ന് രേഖപ്പെടുത്തിയ ഗ്രാമിന് 16,395 രൂപയും പവന് 1,31,160 രൂപയുമാണ് കേരളത്തിലെ ഇതുവരെയുള്ള റെക്കോർഡ് നിരക്ക്. അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരതയും നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും സ്വർണ്ണവിലയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വെള്ളിവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. 1 ഗ്രാം വെള്ളിക്ക് 25 രൂപയും 10 പവൻ വെള്ളിക്ക് 250 രൂപയുമാണ് വില വരുന്നത്. കാലാവസ്ഥ.
കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,835 രൂപയും പവന് 1,10,680 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.